ഹലോ കിഡ്സ്, വെൽക്കം ടു ക്ലോവർ ടീച്ചേഴ്സ്. ഇന്ന് നമുക്ക് മാ എന്ന കവിതയുടെ അർത്ഥം മനസ്സിലാക്കാം. മാ എന്ന് പറഞ്ഞാൽ അമ്മ, മദർ. മാ തും കിത്തനി ഭോലി ഭാലി, കിത്തനി പ്യാരി പ്യാരി ഹോ, ദിൽ സേ സच्ची മിസ്രി ജैसी, സാരേ ജഗ് സേ ന്യാരി ഹോ, മേരെ മൻ മേ ജോഷ് തുമീ സേ, തുംസേ ഹി പ്രകാശ്, മുജ്മേ സാഹസ് തുംസേ ആത്ത, തുംസേ ഹി വിശ്വാസ്. മാ തും കിത്തനി ഭോലി ഭാലി. ഇവിടെ പിക്ചറിൽ കണ്ടില്ലേ, ഈ പെൺകുട്ടി അവളുടെ അമ്മയോട് പറയുകയാണ്, മാ തും കിത്തനി ഭോലി ഭാലി. മാ അമ്മ, തും നിങ്ങൾ, കിത്തനി എത്ര, ഭോലി ഭാലി എന്ന് പറഞ്ഞാൽ നിഷ്കളങ്ക. അമ്മേ നിങ്ങൾ എത്ര നിഷ്കളങ്കയാണ്, നിങ്ങൾ എത്ര പാവമാണ്. ഭോലി ഭാലി എന്ന് പറഞ്ഞാൽ ഇന്നസെൻറ്റ്, നിഷ്കളങ്ക. അപ്പോൾ നിങ്ങൾ എത്ര പാവമാണ്. കിത്തനി പ്യാരി പ്യാരി ഹോ, പ്യാരി പ്യാരി എന്ന് പറഞ്ഞാൽ ലവ്ലി. എന്തൊരു ഭംഗിയാണ് അമ്മയെ കാണാൻ, എന്തൊരു ക്യൂട്ടാണ്. ദിൽ സേ സच्ची മിസ്രി ജേസി, മനസ്സുകൊണ്ട് നന്മയുള്ള അമ്മയാണ്. ദിൽ എന്ന് പറഞ്ഞാൽ ഹൃദയം അല്ലെങ്കിൽ മനസ്സ്. മനസ്സുകൊണ്ട് നന്മയുള്ള, സത്യമുള്ള. അതെങ്ങനെ? മിസ്രി ജേസി. മിസ്രി എന്ന് പറഞ്ഞാൽ ഷുഗർ ക്യാൻഡി, അതായത് കൽക്കണ്ടം. അത്രയ്ക്ക് മധുരമുള്ളതാണ് അമ്മയുടെ മനസ്സ്. അമ്മയുടെ മനസ്സ് മധുരമുള്ളതാണ്, കൽക്കണ്ടം പോലെ മധുരമുള്ളതാണ്. സാരേ ജഗ് സേ ന്യാരി ഹോ, സാരേ ജഗ് അതായത് ലോകം മുഴുവനും. ന്യാരി എന്ന് പറഞ്ഞാൽ അതുല്യ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളവൾ. അപ്പോൾ ലോകത്തിലുള്ള മുഴുവൻ ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളവളാണ് അമ്മ. സാരേ ജഗ് സേ ന്യാരി ഹോ, ലോകത്തിലെ ആളുകളിൽ നിന്നും വ്യത്യസ്തയാണ് അമ്മ. അപ്പോൾ എന്തൊക്കെയാണ് കുട്ടി പറയുന്നത്? അമ്മ നിങ്ങൾ എത്ര നിഷ്കളങ്കയാണ്, നിങ്ങൾ എത്ര പാവമാണ്, നിങ്ങൾ എത്ര നല്ല അമ്മയാണ്, നല്ല പ്യാരി പ്യാരി, അതായത് നല്ല സ്വീറ്റായിട്ടുള്ള നല്ല അമ്മയാണ്. ദിൽ സേ സच्ची മിസ്രി ജേസി, കൽക്കണ്ടം പോലെ മധുരമുള്ള മനസ്സാണ് അമ്മയുടേത്, സത്യമുള്ള മനസ്സാണ്. സാരേ ജഗ് സേ ന്യാരി ഹോ, ലോകം മുഴുവനുമുള്ള ആളുകളിൽ നിന്നും അതുല്യയാണ്, വ്യത്യസ്തയാണ്. പിന്നീട് എന്താ പറയുന്നത്? മേരേ മൻമേ ജോഷ് തുമീസെ. മേരേ മൻമേ എൻ്റെ മനസ്സിൽ, മൻ എന്ന് പറഞ്ഞാൽ മനസ്സ്, മൻമേ മനസ്സിൽ, എൻ്റെ മനസ്സിൽ, ജോഷ് തുമീസെ ഉത്സാഹം. ജോഷ് എന്ന് പറഞ്ഞാൽ ഉത്സാഹം അല്ലെങ്കിൽ ഒരു ഊർജം വരുന്നത് നിങ്ങളിൽ നിന്നാണ്. തുമീസെ എൻ്റെ മനസ്സിൽ ഉത്സാഹം വരുന്നത്, ഊർജം വരുന്നത്, ശക്തിയൊക്കെ വരുന്നത് അമ്മയിൽ നിന്നാണ്. തുംസേ ഹി പ്രകാശ്, നിങ്ങളിൽ നിന്ന് തന്നെയാണ് എനിക്ക് വെളിച്ചവും ലഭിക്കുന്നത്. പ്രകാശ് എന്ന് പറഞ്ഞാൽ വെളിച്ചം, നിങ്ങളിൽ നിന്ന് തന്നെയാണ് എനിക്ക് വെളിച്ചം ലഭിക്കുന്നത്. എനിക്ക് മുന്നോട്ട് പോകാനുള്ള വെളിച്ചം ലഭിക്കുന്നതും അമ്മയിൽ നിന്നാണ്. മുജ്മേ സാഹസ് തുംസേ ആത്ത, മുജ്മേ സാഹസ് എന്നിൽ ധൈര്യം, തുംസേ ആത്ത നിങ്ങളിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ധൈര്യം ലഭിക്കുന്നതും നിങ്ങളിൽ നിന്നാണ്. സാഹസ് എന്ന് പറഞ്ഞാൽ ധൈര്യം, എനിക്ക് ധൈര്യം ലഭിക്കുന്നതും അമ്മയിൽ നിന്നാണ്, നിങ്ങളിൽ നിന്നാണ്. തുംസേ ഹി വിശ്വാസ്, അമ്മയെ മാത്രമാണ്, നിങ്ങളെ മാത്രമാണ് എനിക്ക് വിശ്വാസം, നിങ്ങളിൽ മാത്രമാണ് എനിക്ക് വിശ്വാസം. തുംസേ ഹി, നിങ്ങളിൽ മാത്രം ആണ് എനിക്ക് വിശ്വാസമുള്ളത്. ആരാണ് എഴുതിയത്? അനുഭവ് രാജ്. നമുക്ക് ഒരിക്കൽ കൂടെ റിസൈറ്റ് ചെയ്ത് നോക്കാം. മാ തും കിത്തനി ഭോലി ഭാലി, അമ്മേ നിങ്ങൾ എത്ര നിഷ്കളങ്കയാണ്. കിത്തനി പ്യാരി പ്യാരി ഹോ, നിങ്ങൾ എത്ര നല്ല അമ്മയാണ്, എത്ര സ്വീറ്റ്, എത്ര ക്യൂട്ടായിട്ടുള്ള അമ്മയാണ്. ദിൽ സേ സच्ची മിസ്രി ജേസി, മനസ്സുകൊണ്ട് സത്യമുള്ള, കൽക്കണ്ടം പോലെയുള്ള മനസ്സുള്ള അമ്മയാണ്. മിസ്രി ജേസി, കൽക്കണ്ടം പോലെ ഉള്ള മനസ്സുള്ള അമ്മയാണ്. സാരേ ജഗ് സേ ന്യാരി ഹോ, ലോകം മുഴുവനുമുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തയാണ്. മേരേ മൻമേ ജോഷ് തുമീസെ, എൻ്റെ മനസ്സിൽ ഉത്സാഹവും ശക്തിയും ഊർജവും ഒക്കെ വരുന്നത് നിങ്ങളിൽ നിന്നാണ്. തുംസേ ഹി പ്രകാശ്, നിങ്ങളിൽ നിന്ന് തന്നെയാണ് എനിക്ക് വെളിച്ചവും ലഭിക്കുന്നത്. മുജ്മേ സാഹസ് തുംസേ ആത്ത, എനിക്ക് ധൈര്യം ലഭിക്കുന്നതും നിങ്ങളിൽ നിന്നാണ്. തുംസേ ഹി വിശ്വാസ്, എനിക്ക് നിങ്ങളിൽ മാത്രമാണ് വിശ്വാസം ഉള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ശബ്ദോं का खेल,
ചന്ദ്രബിന്ദു കാ കമാൽ. ചന്ദ്രബിന്ദു. ഇവിടെ മാ എഴുതി, ആക്കി മാത്രം എഴുതി. മാ കെ ഊപ്പർ ചന്ദ്രബിന്ദു ലഗാനെ സെ മാ ഹോ ഗയാ. ആയിയെ കുച്ച് ഓർ ശബ്ദ ദേഖ്തേ ഹെ. ഇവിടെ മാ എന്ന വാക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ചന്ദ്രബിന്ദു എഴുതിയാൽ മാ, അമ്മ എന്ന അർത്ഥമായി മാറി. ഇതാണ് ചന്ദ്രബിന്ദു. അപ്പം താഴെ അതുപോലെയുള്ള വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. नीचे दिए गए चित्रों को देखिए, शब्दों को पढ़िए और उन्हें लिखने का प्रयास कीजिए. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കണം, ഈ വാക്കുകൾ വായിക്കണം, എന്നിട്ട് അത് എഴുതാൻ നിങ്ങൾ ശ്രമിക്കണം. ഇവിടെ എന്തിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്? കണ്ണുകളാണല്ലേ. കണ്ണിന് എന്താണ് പറയുക ഹിന്ദിയിൽ? ആഖ് എന്നാണ് പറയുക. എങ്ങനെ എഴുതുന്നത്? ആ എഴുതിയിട്ട് ആക്കി മാത്ര, പിന്നെ ഖ, ഇവിടെ ആയുടെ മുകളിലായിട്ട് ചന്ദ്രബിന്ദു. ആഖ് എന്ന് പറഞ്ഞാൽ കണ്ണ്. അടുത്തത് എന്തിൻ്റെ പിക്ചറാണ്? മുളയുടെ പിക്ചറാണ്. ബാ എഴുതിയിട്ട് ആക്കി മാത്ര, പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ചന്ദ്രബിന്ദു, പിന്നെ ബാസ് എന്ന് പറഞ്ഞാൽ ബാംബു, ചന്ദ്രബിന്ദു. പിന്നെ ഇതെന്തിൻ്റെ പിക്ചറാണ്? പല്ലിനെന്താണ് പറയുക? ദാന്ത്. ദാ എഴുതി, ആക്കി മാത്രം എഴുതി, ദാ എഴുതി, ദായുടെ മുകളിലായിട്ട് ചന്ദ്രബിന്ദു, ദാത്ത് എന്ന് പറഞ്ഞാൽ പല്ല്. അടുത്തത് ബാസുരി എന്ന് പറഞ്ഞാൽ ഓടക്കുഴൽ. ബാ എഴുതി, ആക്കി മാത്ര, സാ എഴുതി, ഊക്കി മാത്ര, രാ എഴുതി, ഈക്കി മാത്ര, ബടി ഈക്കി മാത്ര, എന്നിട്ട് ബായുടെ മുകളിൽ ചന്ദ്രബിന്ദു, ബാസുരി. അടുത്തത് പാമ്പ്, സാമ്പ് എങ്ങനെ എഴുതുക? സാ എഴുതി, ആക്കി മാത്ര, പാ എഴുതി, അപ്പം എന്താ വായിക്കുക? സാപ്പ്. ഇതിന് മുകളിൽ ചന്ദ്രബിന്ദു, സാപ്പ് എന്ന് പറഞ്ഞാൽ സ്നേക്ക്. മനസ്സിലായില്ലേ? ഇതാണ് ചന്ദ്രബിന്ദു. ഇതെന്താണ്? ആഖ്, ബാസ്, ദാന്ത്, ബാസുരി, സാമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, മാ കവിത മേ സെ കുച്ച് ശബ്ദ നീച്ചെ ദിയേ ഗയേ ഹെ. ഈ മാ എന്ന കവിതയിൽ നിന്ന് കുറച്ച് വാക്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. उनका प्रयोग करते हुए अपने परिवार के सदस्यों के लिए 2-4 पंक्तियाँ लिखिए. അപ്പോൾ അതുപയോഗിച്ചിട്ട്, ആ വാക്കുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫാമിലിയിലുള്ള അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് 2-4 വരികൾ എഴുതണം. ഏതൊക്കെ വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്? ഭോലി ബാലി എന്ന് പറഞ്ഞാൽ നിഷ്കളങ്ക, പിന്നെ ഇന്നസെൻ്റ് ആയിട്ടുള്ള, പ്യാരി സ്വീറ്റായിട്ടുള്ള, സ്നേഹമുള്ള, പിന്നെ ദിൽസെ സജ്ജി മനസ്സുകൊണ്ട് നന്മയുള്ള, ജഗ്സെ ന്യാരി ലോകത്തിൽ വ്യത്യസ്തയായിട്ടുള്ള. അപ്പം നമുക്ക് വരികൾ എഴുതാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഭോലി ഭാലി എന്ന വാക്കുകൊണ്ട് എങ്ങനെ എഴുതാം? മേരി ദീദി ഭോലി ഭാലി, ബാത്തേ ഉൻകി ബഡി നിരാലി. എൻ്റെ ദീദി, എൻ്റെ ചേച്ചി ഭോലി ഭാലി നിഷ്കളങ്കയാണ്. ബാത്തേ ഉൻകി ബഡി നിരാലി, അവളുടെ വാക്കുകൾ, അവളുടെ സംസാരം അതുല്യമാണ്. അടുത്തത് നമുക്ക് പ്യാരി വെച്ചിട്ട് വരികൾ എഴുതാം. പ്യാരി മേരി ബഹന, മാനു ഉസ്ക സബ് കഹന. പ്യാരി മേരി ബഹന, എൻ്റെ സ്നേഹമുള്ള, സ്വീറ്റായിട്ടുള്ള എൻ്റെ സഹോദരി. മാനു ഉസ്ക സബ് കഹന, അവൾ പറയുന്നതൊക്കെ കേൾക്കും. അടുത്തത് മൻസെ ഭോലി ദിൽസെ സച്ചി, മേരി മാ ഹെ സബ്സെ അച്ചി. മൻസെ ഭോലി ദിൽസെ സച്ചി, മനസ്സുകൊണ്ട് നിഷ്കളങ്കയും മനസ്സുകൊണ്ട് സത്യമുള്ളതും. മേരി മാ ഹെ സബ്സെ അച്ചി, എൻ്റെ അമ്മയാണ് ഏറ്റവും നല്ലത്. അടുത്തത് ജഗ്സെ ന്യാരി എന്ന വാക്കുപയോഗിച്ചിട്ട് വരികൾ എഴുതാം. മുസ്കാൻ സദാഹി പ്യാരി ഹെ, മേരി നാനി ജഗ്സെ ന്യാരി ഹെ. മുസ്കാൻ സദാഹി പ്യാരി ഹെ, പുഞ്ചിരി എപ്പോഴും, സദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും, പുഞ്ചിരി എപ്പോഴും നല്ല മനോഹരമാണ്. പ്യാരി ഹെ മേരി നാനി ജഗ്സെ ന്യാരി ഹെ, എൻ്റെ മുത്തശ്ശി ലോകത്തിൽ എന്നെ
വ്യത്യസ്തയാണ്, അതുല്യയാണ്. കുട്ടികളെ, എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.